الحمد لله رب العالمين، نحمده ونستعينه ونؤمن به ونتوكل عليه، ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له، وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدا عبده ورسوله، أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد، فإن خير الحديث كتاب الله، وخير الهدي هدي محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة، وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم، ومن يطع الله ورسوله فقد فاز فوزا عظيما. بسم الله الرحمن الرحيم. اتبرأ الذين اتبعوا من الذين اتبعوا ورأوا العذاب وتقطعت بهم الأسباب. وقال الذين اتبعوا لو أن لنا كرة فنتبرأ منهم كما تبرأوا منا كذلك يريهم الله أعمالهم حسرات عليهم وما هم بخارجين من النار. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. ബഹുമാനീയ സത്യവിശ്വാസി വിശ്വാസിനിമാരെ, സഹോദര സഹോദരിമാർ, അല്ലാഹുവിന്റെ നിയമ നിർദ്ദേശന വിധിവിലക്കുകൾ ജീവനത്തിലെ പ്രതി ഓരോ സന്ദർഭത്തിലും സൂക്ഷിച്ചിട്ട് ഏറ്റവും നല്ല മുത്തഖിയായിട്ട് ജീവിക്കണോ ചെന്ന് സ്വന്തം നഫ്സിനെ മറക്കാണ്ട് ഇവിടെ കൂടിയതായി ഓരോ വിശ്വാസിനിമാരൊട്ടിങ്ങനാണ് വസിയത്താക്കിയിട്ടുള്ള ഉപദേശാക്കിയിട്ടുള്ള അല്ലാഹു സുബ്ഹാനഹു തആല ആ നിലക്ക് ജീവിക്കുകയും മരിക്കുന്നതായ സന്ദർഭത്തിൽ ഈമാനോട് കൂടിയിട്ട് കലിമത്ത് തൗഹീദ് ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉച്ചരിച്ചിട്ട് മരിക്കുകയും നാളെ പരലോകത്തിലൂടെ ജന്നാത്തുൽ ഫിർദൗസുൽ ഇതുപോലെ ഒട്ടിಗೆ സേരവുള്ളതായി സൗഭാഗ്യം റബ്ബ് സുബ്ഹാനഹു തആല നമുക്കെല്ലാവർക്കും തന്ന് അനുഗ്രഹിക്കുമാറാവട്ടെ. വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ബഖറ അതിലെ 166-67 ആയത്തായി തിക്ർ നിങ്ങളെ മൊത്ത ഞാൻ ഓതിയിട്ടുള്ളത്.
ശ്രേഷ്ഠതയിൽ മുന്നിൽ നിൽക്കുന്നതായ ഒരു സൂറത്ത്, ഏറ്റവും വലിയ സൂറത്ത്. ഒരുപാട് പ്രതിഫലമുണ്ട്, ഒരുപാട് ഗുണങ്ങളുണ്ട് ആ സൂറത്ത് ഓതിയെങ്കിലും അതിൽ പഠിച്ചെങ്കിലും. ഒരുപാട് വിശദീകരണങ്ങൾ, കഥകൾ, അമ്പിയാക്കന്മാരെ സ്റ്റോറീസ്, ബനൂ ഇസ്രായേൽ, അതുപോലെ മൂസാ നബി, യാക്കൂബ് നബി, ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം, പല അമ്പിയാക്കന്മാരെ കഥകളും, അതുപോലെ രാജാക്കന്മാരെ കഥയും എല്ലാം ഉൾക്കൊള്ളുന്നതായ വലിയ ഒരു സൂറത്ത്. അതിൽ അല്ലാഹു സുബ്ഹാനഹു തആല ഈ 2 ആയത്തിൽ അല്ലെങ്കിൽ 3 ആയത്തിൽ മനുഷ്യന്മാരെ ബന്ധങ്ങൾ നഷ്ടപ്പെടുന്നതായ ഒരു ദിവസത്തെ സംബന്ധിച്ചിട്ട് പരിപാടി. ഒരുപാട് ബന്ധങ്ങളുണ്ടാവും. കുടുംബ ബന്ധം, അതുപോലെ ചങ്ങായിമായിട്ടുള്ള ബന്ധങ്ങൾ, അതുപോലെ വ്യക്തിബന്ധങ്ങൾ, ഇങ്ങനെ പല ബന്ധങ്ങൾ, ചങ്ങായിപ്പാടും സുഹൃത്തും എല്ലാം നഷ്ടപ്പെട്ടു പോകേണ്ടതായി ഒരു നാളിനെ സംബന്ധിച്ചിട്ട് അല്ലാഹു സുബ്ഹാനഹു തആല പരിപാടിയാണ്. ബന്ധങ്ങൾക്ക് ഇസ്ലാം പവിത്രത്തെ കൽപ്പിക്കുന്ന ഒരുപാട് ബന്ധങ്ങളുണ്ട്. അതിൽ നഷ്ടപ്പെടുന്നതായ ബന്ധങ്ങളുമാണ്. അല്ലാഹു ഇഷ്ടപ്പെടുന്നതായ ഒരുപാട് ബന്ധങ്ങൾ ഏതായിരിക്കണം ഒരു വിശ്വാസി തിരഞ്ഞെടുക്കേണ്ടത്? ആദ്യമായിട്ട് എല്ലാ ബന്ധത്തിലും ശ്രേഷ്ഠമായ ബന്ധം തന്റെ റബ്ബുമായിട്ടുള്ള ബന്ധമായിരിക്കും, അല്ലാഹുമായിട്ടുള്ള ബന്ധങ്ങളായിരിക്കും ഒന്നാമത്തെ വിശ്വാസി ശ്രദ്ധിക്കണം. അത് ശരിയായിട്ടില്ലെങ്കിൽ പിന്നെ എത്ര നല്ല ബന്ധങ്ങൾ പുലർത്തിയാലും, എത്ര നല്ല ഭർത്താവായാലും ഭാര്യയായിട്ടില്ലെങ്കിലും, എത്ര നല്ല ചങ്ങായായിട്ടില്ലെങ്കിലും യാതൊരു കാര്യവും ഉണ്ടാവില്ല. അല്ലാഹുമായിട്ടുള്ള ബന്ധങ്ങൾ ദൃഢമാവും. അതിൽ ഒന്നാമതായിട്ടുണ്ട് ഈമാൻ. റബ്ബുമായിട്ടുള്ള ഈമാൻ അത് ഉറച്ചതായിരിക്കണം. അല്ലാഹുമായിട്ട് അടുക്കും ഏറ്റവും ശ്രേഷ്ഠമായതായിരിക്കും ഒന്ന് ഈമാൻ, ലാ ഇലാഹ ഇല്ലല്ലാഹ്, അത് ഉറച്ചതാവണം. അതുപോലെ അല്ലാഹു സുബ്ഹാനഹു തആല വിരോധിച്ചതായ കാര്യത്തിൽ നിന്ന് വിട്ടുനിൽക്കുന്നത്, അല്ലാഹു മുട്ടാവു ഇബാദത്തെടുക്കുന്നത്, ഇതെല്ലാം അല്ലാഹു ഉള്ളതായ സംബന്ധമായിട്ട് ഏറ്റവും ശ്രേഷ്ഠമായ സംബന്ധം. അല്ലാഹുമായിട്ട് അടുക്കും. അല്ലാഹു സുബ്ഹാനഹു തആല ചെന്നതുപോലെ ലാ യസാലു അബ്ദി യതഖറബു ഇലയ്യ ബിന്നവാഫിലി ഹത്താ ഉഹിബ്ബഹു. ഒരു അടിമ, ഒരു ദാസ, മനുഷ്യൻ അണ്ടമുട്ട അടുക്കുന്നത് അവൻ ഒരുപാട് സുന്നത്തായി നല്ല നല്ല കാര്യങ്ങൾ ചെയ്തുകൊണ്ട് അവൻ അടുക്கிறாൻ. അങ്ങനെ ഞാൻ അവന്റെ ഇഷ്ടപ്പെടുന്നത്. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു തആല ഇഷ്ടപ്പെടുന്നതായ ഒരു ആളായിത്തീരണം. ആദ്യമായിട്ട് സംബന്ധം പുലർത്തുമ്പോൾ അല്ലാഹുമായിട്ടുള്ള ബന്ധം അത് ഉറച്ചതായിരിക്കും. അല്ലാഹു കൊടുക്കേണ്ടതായ അവകാശങ്ങൾ ആദ്യമായിട്ട് കൊടുക്കും. ഇബാദത്തുകൾ അത് അല്ലാഹു ഉള്ളത് മാത്രമായിരിക്കും. അല്ലാഹു അല്ലാത്ത ബാക്കി ഒരു ജീവജാലങ്ങൾക്കാവട്ടെ, സൃഷ്ടികൾക്കാവട്ടെ, കല്ല്, മറ, ഏതുമാവട്ടെ, അല്ലാഹു കൊടുക്കുന്നതായ ഇബാദത്ത് മറ്റുള്ള ആൾമാർക്ക് കൊടുക്കുക തീരാ. അങ്ങനെ ആ ടൈമിൽ അല്ലാഹുറെ ആ സംബന്ധ അത് കട്ടാവൂ. വിശുദ്ധ ഖുർആൻ പരിപാടിക്കുണ്ടോ, മിനന്നാസി മയ്യത്തഖിറു മിൻ ദൂനില്ലാഹി യുഹിബ്ബൂനഹും കഹുബ്ബില്ലാഹ്. ആൾമാരുടെ കൂട്ടത്തിലുണ്ട് ചില ആൾമാർ യുഹിബ്ബൂനഹും കഹുബ്ബില്ലാഹ്. അല്ലാഹുറെ ഇഷ്ടപ്പെടുന്നത് പോലെ, അല്ലാഹു അല്ലാത്തങ്ങളെയും ഇഷ്ടപ്പെടുന്നതായ ആൾമാരുണ്ട്. മരിച്ചു പോയതായ ആൾമാരെ ഇഷ്ടപ്പെടുക, അല്ലാഹു അല്ലാത്ത ആൾമാരൊട്ടിക്ക് ഭയങ്കര മുഹബ്ബത്തായി തിക്കറ്, അല്ലാഹുരെ പോലെ ഇഷ്ടപ്പെടുന്നതായ ആൾമാർ. വല്ലദീന ആമനു വസദ്ദു ഹുബ്ബൻ ലില്ലാഹ്. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു തആല ചൊല്ലുന്നത് വല്ലദീന ആമനു, വിശ്വസിച്ചതായ ആൾമാർക്ക് അല്ലാഹുരൊട്ടിಗೆ അങ്ങേയറ്റത്തെ മുഹബ്ബത്തുണ്ടു. വലൗ യറല്ലദീന വലമു
ഇദ് യറൗനൽ അദാബ അന്നൽ ഖുവത ലില്ലാഹി ജമീഅ. നാളെ പരലോകത്ത് എത്തിത്താമ്പൊത്തു എല്ലാ സംബന്ധങ്ങളും ദുനിയാവിലും പല വാഗ്ദാനം കൊടുത്തതായ ആത്മാർ, ഒരുപാട് കഴിവുകളുണ്ടെന്ന് പഠിപ്പിച്ചതായ ആത്മാർ, എല്ലാത്തിനും കഴിവുണ്ട്, നമുക്ക് എല്ലാ നിലക്കുള്ള സഹായങ്ങൾ നൽകൂ കഴിവുണ്ടു, എല്ലാം കാണൂ നന്റെ കൊണ്ടു സാധ്യാവൂ, ഏത് ജാഗരണ്യവും സഹായിക്കൂ നന്റെ വീഴ്ചകൾ സഹായിക്കൂ നന്നെ കൊണ്ടു സാധ്യാവൂ ചെന്ന ആത്മാർ, ഒരുപാട് കഴിവുകൾ പ്രകടിപ്പിച്ചതായ ആത്മാര് നാളെ പരലോകത്ത് അക്രമികരായ ആൾമാർ കാണുമ്പൊത്തുകു അന്നൽ ഖുവത ലില്ലാഹി ജമീഅ. എല്ലാ കഴിവും അല്ലാഹുവിന് മാത്രായിട്ട് കുറിച്ചಂತೆ ಅಂಡು മനസ്സിലാക്കുമ്പൊത്തുകു ಅಂಕ ಬೇಜಾರಾವರು ಎಪ್ರಾಳಾವರು ಅಪ್ಪಾಯ್ತಿಕ್ರೆ ಅಂಗ ದುನಿಯಾವುಲು ಸಂಬಂಧ വെച്ചതായ ആൾമാരെ ഓർക്കുറൻ. എല്ലാം നഷ്ടപ്പെട്ടതല്ലേ, എല്ലാം നഷ്ടപ്പെട്ടതല്ലേ, ഞങ്ങളെ സഹായിക്കൂ ആരുമില്ലല്ലേ ചെന്ന് വെപ്രാളപ്പെടുന്നതായ ആൾമാർ. പല ആൾമാരെ ഫോളോ ആക്കി തിക്കുക, പല ആൾമാരെ ഇഷ്ടപ്പെട്ടതായ ആൾമാരെ, അമ്പിയാക്കന്മാരെ, അതുപോലെ ഔലിയാക്കന്മാരെ, മഹാന്മാരെ, അല്ലെങ്കിൽ ഏതെങ്കിലും ലീഡേഴ്സ്മാരെ ഇങ്ങനെ ഫോളോ ആക്കി തിക്കുക, ഫോളോവേഴ്സ് ആയി തിക്കുക. നാളെ പരലോകത്ത് ബർമ്പത്തുകു ദുനിയാവിലും അകലൊട്ടിಗೆ പ്രാർത്ഥനയും ആരാധനയും മൊഹബത്ത് കാട്ടിയതായ ആൽമാർ, അഞ്ച് ഇബാദത്തെടുത്തതായ ആൽമാർ, നാളെ പരലോകത്ത് ഈ നേതാക്കന്മാരെല്ലാം ഇങ്ങനെ വിട്ടുപോകേണ്ടതായ ഒരു രംഗം അല്ലെ, ഒരു രക്ഷയുമില്ല. നിങ്ങളെ സഹായിക്കുക, ഞങ്ങളെ മെമ്പർഷിപ്പ് എടുത്തെങ്കിൽ മയവൂ, നിങ്ങളെ സഹായമുണ്ട്, നിങ്ങൾക്ക് സ്വർഗവേദ ഞങ്ങളെ മെമ്പർഷിപ്പ് എടുക്കറോ ചെന്നതായ ആൽമാർ നിൽക്കുക. നാളെ പരലോകത്ത് എല്ലാ കഴിയും നഷ്ടപ്പെട്ടിട്ട് ഇങ്ങനെ വിട്ടുപോകേണ്ടതായ സന്ദർഭത്തില് കാണുമ്പൊത്തുകു ആരെയും ആവശ്യമില്ല, ഫോളോവേഴ്സിനെയും വേണ്ട, ഫോളോ ആക്കിയതായ ആൽമാറും വേണ്ട, ആറുമില്ലാത്ത അവസ്ഥ. എല്ലാ സംബന്ധങ്ങളും എല്ലാ ആരെല്ല ഫോളോ ആക്കിയരാറ്, ഏതെല്ലാം കുടുംബം ഉണ്ടോ, പരസ്പര സംബന്ധ മട്ടവും മാതാപിതാക്കൾ ബന്ധവും എല്ലാം നഷ്ടപ്പെട്ടു പോണ്ടതായി, എല്ലാം അങ്ങനെ നഫ്സി നഫ്സി ചെന്ന് പോണ്ടതായി ആ ഒരു സന്ദർഭത്തില് നേതാക്കന്മാര് അനുയായിമാരെ വിട്ടുപോണ്ട അപ്പായിത്തിക്കറ് മനുഷ്യന്മാർ ഫോളോ ആക്കിയതായ ആൽമാർ, ദുനിയാവിലും മരിക്കവേനായിട്ട് തയ്യാറായ ആൽമാർ, നേതാക്കന്മാർക്ക് മരിക്കവ് പോലും തയ്യാറുള്ളതായ ആൽമാർ, ലീഡേഴ്സ്മാർക്ക് അതുപോലെ മഹാന്മാരെ പിന്നിൽ കൊണ്ടതായ ആൽമാർ, എന്തും ചെയ്യകൂ സാധിച്ചതായ ആൽമാർ. ദുനിയാവുലു ഇനൊരു മടക്ക തന്നു തിന്നെങ്കിൽ, ഇങ്ങനെ മുട്ട ബറവുള്ളതായ ഒരു ചാൻസ് കിട്ടിത്തിന്നെങ്കിൽ, ഞങ്ങളെ നേതാക്കന്മാരെ വന്നാൽ ബറവുള്ളതായി ചാൻസ് അവസരം കിട്ടിത്തിന്നെങ്കിൽ ദുനിയാവിൽ നമുക്ക് ഞങ്ങൾ കാട്ടി കൊടുക്കാത്ത അങ്ങനത്തെ കംപ്ലീറ്റ് ഞങ്ങളിട്ട് ഏതുപോലെ വിട്ടു നിന്ന അതുപോലെ ഞങ്ങളും വിട്ടു നിൽക്കുക. ഒരു നിലക്കുള്ള ഫോളോ ആക്കൂ ഞങ്ങൾ തയ്യാറാവും, ഒരാളും വിടലാത്ത് അത് പാടില്ല ചെന്ന് ഞങ്ങൾ എതിർക്കാത്ത ചെന്ന് അവിടെ പോയിട്ട് ഖേദിച്ചതായ ആൾമാർ അങ്ങനെ ഖേദപ്രകടനം അല്ലാഹു സുബ്ഹാനഹു തആല ആക്കിയതായ അമലിൽ അവിടെ കാട്ടിക്കൊടുക്കുന്ന ഒരു പ്രയോജനവുമില്ല. നിങ്ങൾ ഫോളോ ആക്കിയത് വെറുതെ ആയിത്തിക്കറ്, എല്ലാം നഷ്ടത്തിലായിത്തിക്കറ്. അതിൽ നിന്ന് നരകത്തിൽ നിന്ന് രക്ഷപ്പെടുകൂ സാധ്യല്ല ചെന്ന് അല്ലാഹു സുബ്ഹാനഹു തആല അങ്ങനെ ഓർമ്മിപ്പിക്കുക. ഇപ്പൊ ഒന്നാമതായിട്ട് തന്റെ സൃഷ്ടാവുമായിട്ടുള്ള ബന്ധത്തെ ഉറപ്പിക്കും. ഇബാദത്ത് അത് അല്ലാഹുവിന് മാത്രം കൊടുക്കേണ്ടതായ ആൽമാറായിട്ട് തീരും.
ആ സംബന്ധ അള്ളാഹുമായിട്ടുള്ള ബന്ധ അത് ഉറച്ചതാകും. അത് ഈമാൻ വിശ്വാസപരമായിട്ടും കർമ്മപരമായിട്ടും അത് ഒന്നാമതായിട്ട് ശരിയാവും. അതില്ലെങ്കിൽ എത്ര നല്ല സംബന്ധം ഇന്നെങ്കിലും എത്ര നല്ല മനുഷ്യനായിട്ടുണ്ടെങ്കിലും അത് ഒരു കാര്യവുമില്ല. ഈമാനും ഇഖ്ലാസും തവക്കുലും അത് നഷ്ടപ്പെട്ടിട്ടായെങ്കിൽ പിന്നെ അവന് ആറുകായിട്ട് ആർക്ക് വേണം അവന്റെ ബാക്കിയുള്ള കർമ്മങ്ങൾ അള്ളാഹുടെ ബാക്കിയുള്ള ബന്ധത്തില് അത് വിള്ളൽ സംഭവിച്ചിട്ടായെങ്കിൽ അതെന്തെങ്കിലും നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിലും യാതൊരു പ്രയോജനവുമില്ല. അത് അള്ളാഹുമായിട്ടുള്ള സംബന്ധം ഒന്നാമതായിട്ട് വേണം. രണ്ടാമതായിട്ട് അള്ളാഹുരെ റസൂലുമായിട്ടുള്ള സംബന്ധം വേണം. അന്നബിയു ഔലാ ബിൽ മുഅ്മിനീന മിൻ അൻഫുസിഹിം. അവന്റെ നബിയുമായിട്ട് ഏറ്റവും അവന്റെ ശരീരത്തെ കാട്ടി ഏറ്റവും അർഹതപ്പെട്ടിട്ടുള്ളത് അത് അള്ളാഹുരെ റസൂലായിട്ട്. റസൂൽ ചെന്നെ പൽക്കത്തുക്ക് വിരുദ്ധമായിട്ട് നണ്ട ഒരു പൽക്കവും ഉണ്ടാവുക തീരാം. റസൂലിന്റെ തീരുമാനത്തിന് വിരുദ്ധമായിട്ടുള്ള തീരുമാനം നണ്ടതാവുക തീരാം. നന്റെ ഇഷ്ടവും നന്റെ ആഗ്രഹവും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വിരുദ്ധമായിട്ടുണ്ടെങ്കിൽ അത് ഉപേക്ഷിക്കണോ. അള്ളാഹുടെ റസൂലിന്റെ ഇഷ്ട അതായിട്ട് നോക്കാനായി ലാ യുഅ്മിനു അഹദുക്കും ഹത്താ അകൂന ഹവാഹു തബഅൻ ലിമാ ജിഅ്തു ബിഹി. അവന്റെ എല്ലാ ആഗ്രഹവും നാണ് ചെന്നതോട് ശരിയായിട്ടിക്കണം, നന്റെ ആഗ്രഹത്തിന് യോജിച്ചതായിട്ടിക്കണം. ഇല്ലെങ്കിൽ നിങ്ങൾ ഓർക്കത്തും വിശ്വാസിയാവില്ല. ഞാൻ കൊമ്മുന്നതില് നന്റെ ഫോളമാക്കുന്നതായിട്ട് അവന്റെ ആഗ്രഹവും ഇഷ്ടവും എല്ലാം ഉണ്ടാവാണ്ട്. ഇല്ലെങ്കിൽ നിങ്ങൾ വിശ്വാസിയാവില്ല. ഏതൊരു തീർമാനം അല്ലാഹുവേ റസൂലില് ഇങ്ങനെ ചെന്നെത്തിയെങ്കിൽ അത് അംഗീകരിക്കും. സമയനാവോ അത്താവന ഞങ്ങൾ വിശ്വസിച്ച ഞങ്ങൾ കേട്ടാ ചന്ത് അനുസരിക്കുള്ളതായ മനസ്സ് വിശ്വാസിക്ക് വേണോ. അല്ലാഹു സുബ്ഹാനഹു തആല ചന്ത് വമാ കാന ലിമുഅ്മിനിൻ വലാ മുഅ്മിനത്തിൻ ഇദാ ഖദല്ലാഹു വറസൂലുഹു അംറൻ അൻ യകൂന ലഹുമുൽ ഖിയറത്തു മിൻ അംറിഹിം. അല്ലാഹു അവന്റെ റസൂലും ഒരു തീരുമാനിച്ചിട്ടായെങ്കിൽ പിന്നെ ഒരു മുഅ്മിനായ പെണ്ണുകാവട്ട് ആണുകാവട്ട് പിന്നെ സ്വന്ത അഭിപ്രായ ഉണ്ടാവുക തീരാ. ഇത് അള്ളാഹുരെ റസൂലുമായിട്ടുള്ള ബന്ധമായിട്ടിരിക്കണം. അള്ളാഹുരെ റസൂലായിട്ടിരിക്കണം. നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതായ ആൾ, ഏറ്റവും ഇഷ്ടപ്പെട്ടതായ ഞങ്ങളെ ഭാര്യമാരെ കാണിട്ട് മക്കളെ കാണിട്ട് സമ്പത്തിനെ കാണിട്ട് ഞങ്ങൾ കേട്ടതായിട്ടിരിക്കരുത്. ഇഷ്ടപ്പെട്ടതായ ആൾമാരായി തീരണം. ഇല്ലെങ്കിൽ നിങ്ങൾ പരസ്പര വിശ്വാസിയാവില്ല. നിങ്ങൾ വിശ്വാസിയാവണേ ഇല്ല ചെന്ന് അള്ളാഹുരെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പടിപാട്ടിട്ട് റസൂലുമായിട്ടുള്ള ബന്ധ അത് ഉറച്ചതായിട്ടിരിക്കണം. അള്ളാഹുരെ റസൂലുമായിട്ടുള്ള ബന്ധം നമുക്ക് ഉണ്ടാവും. ആ റസൂലിന്റെ ബന്ധത്തിൽ വിള്ളൽ സംഭവിച്ചിട്ടായെങ്കിൽ എന്തെങ്കിലും കേടുപാട് സംഭവിച്ചിട്ടായെങ്കിൽ പരലോകമായിട്ട് നഷ്ടപ്പെടരുത്. ഇൻ കുന്തും തുഹിബ്ബൂനല്ലാഹ ഫത്തബിഊനി. അല്ലാഹു സുബ്ഹാനഹു തആല ഖുർആൻ ചന്ത് അല്ലാഹുരെ നിങ്ങൾ ഇഷ്ടപ്പെടേണ്ടായെങ്കിൽ ഫത്തബിഊനി, നന്റെ നിങ്ങൾ ഫോളോ ആക്കണം, നന്റെ നിങ്ങൾ ഇഷ്ടപ്പെടണോ, അല്ലാഹുരെ റസൂലിനെ നിങ്ങൾ ഇഷ്ടപ്പെടണോ. അതുപോലെ മനസ്സിലാക്കുള്ളത് മൂന്നാമത്തെ ബന്ധമായിട്ട് മാതാപിതാക്കളുമായിട്ടുള്ള ബന്ധം. അള്ളാഹുവും അവന്റെ റസൂലും കല്യാണ്ടായെങ്കിൽ പിന്നെ ഏറ്റവും അവകാശപ്പെട്ടത് ഞങ്ങളെ മാതാപിതാക്കന്മാരായിട്ടിരിക്കരുത്. ഏറ്റവും ബന്ധപ്പെട്ട ശുദ്ധ ഖുർആൻ ആരാധനയെ സംബന്ധിച്ച് പടിപാട്ട് ജാഗൽ അള്ളാഹുരെ നിങ്ങൾ ആരാധനാക്കറു ഒന്ന് ശിർക്കാക്കണ്ട. ഒബിൽ വാലിദൈനി ഇഹ്സാന. രണ്ടാമതായിട്ട് അള്ളാഹു സുബ്ഹാനഹു തആല ചെന്നത് ഒബിൽ വാലിദൈനി ഇഹ്സാന. മാതാപിതാക്കന്മാരുടെ ഇഹ്സാൻ വേണം. ഏറ്റവും നന്മ, ഏറ്റവും നല്ല രൂപത്തിൽ എങ്ങനെ വർത്തനാക്കുക സാധ്യമാവും അങ്ങനെ മാതാപിതാക്കളോട് വേണം. കാരണം അത് അല്ലാഹു സുബ്ഹാനഹു തആല ഒരുപാട് കാരണങ്ങൾ പടിപാടിയിട്ടുണ്ട്. എന്ത് കാര്യത്തിൽ മാതാപിതാക്കന്മാരെ അതിലും പ്രത്യേകമായിട്ട് എന്റെ ഉമ്മറൊട്ടിಗೆ മാതാവിനൊട്ടിಗೆ ഏറ്റവും കടപ്പാടുണ്ട് ചെന്ന് എന്തുകൊണ്ടായിട്ട് ഇൻസാന ബിവാലിദൈഹി ഇഹ്സാന. ഞങ്ങൾ വസിയത്താക്കിയ അല്ലാഹു സുബ്ഹാനഹു തആല ചെന്ന വസിയത്താക്കിയ ഞങ്ങൾ ഉപദേശിക്കുന്നത് നിങ്ങൾക്ക് ബിവാലിദൈഹി ഇഹ്സാന, മാതാപിതാക്കന്മാരൊട്ടിಗೆ നന്മ കൽപ്പിക്കുക വസിയത്താക്കണം. എന്തുകൊണ്ടും
ഉമ്മുഹു കർഹൻ വവളഅതുഹു കർഹ. വളരെ പ്രയാസപ്പെട്ടിട്ട് കഷ്ടപ്പെട്ടിട്ടായിട്ട് നിങ്ങളെ ഗർഭം ചുമന്നറ് അല്ലെ ബൈത്തിൽ വെച്ചത് വളരെ പ്രയാസം, കഷ്ടപ്പാടും ഈസിയുള്ള ഒരു കാര്യം എന്തുമല്ലത്, പ്രയാസമുണ്ടു, ഒരുപാട് അല്ലെ സഹിച്ചിട്ടായിട്ട് ബൈത്തിൽ നിങ്ങളെ വെച്ചിട്ടുള്ളത്. അതുപോലെ അതുപോലെ നിങ്ങളെ പ്രസവിച്ചതും അതുപോലെ ആയിട്ട് ഈസിയുള്ള കാര്യം എന്തുമല്ലത്, വളരെ പ്രയാസമുണ്ടു. വേറൊരു ജാഗയിൽ കാണാൻ പ്രയാസത്തിനുമേൽ പ്രയാസ അനുഭവിച്ചിട്ട് കഷ്ടപ്പെട്ടിട്ട് പ്രസവിച്ചതായ ആ മാതാവുരട്ടിಗೆ നിങ്ങ നല്ലത് വർത്തിക്കണം ചെന്ന് അള്ളാഹുരെ കൽപ്പന അതിലും പ്രത്യേകമായിട്ട് അള്ളാഹു സുബ്ഹാനഹു തആല എടുത്ത് പടിപാട്ടി തന്നിട്ട് അങ്ങനെ നിങ്ങളെ മുട്ട വാർദ്ധക്യകാലത്തിൽ പ്രായമാകുമ്പോഴത്തേക്ക് ഏറ്റവും ശ്രദ്ധിക്കണം. ഏഴാകുമ്പോഴത്തേക്കു അല്ലെ ബാല്യത്തെ കാട്ടി യാറെ ശ്രദ്ധിക്കേണ്ടത് പ്രായമാകുമ്പോഴത്തേക്കു അല്ലെ കഷ്ടപ്പെടുമ്പോഴത്തേക്കു നടുക്കു പ്രയാസപ്പെടുമ്പോഴത്തേക്കു തിന്നകു പ്രയാസപ്പെടുമ്പോഴത്തേക്കു രോഗങ്ങൾ വരുമ്പോഴത്തേക്കു സീക്ക് വരുമ്പോഴത്തേക്കു അല്ലെ ഊഴായിത്തിക്കറ് തന്നെ ശ്രദ്ധിക്കണേ. യാറായിത്തിക്കറ് അല്ലെ സീക്ക് വരുമ്പോഴത്തേക്കു മക്ക അടുപ്പിക്കില്ല ദൂരാക്കിற അവണ്ട മുട്ട പോട്ടു, മൂത്തവണ്ട മുട്ട പോട്ടു, ഇലവണ്ട മുട്ട പോട്ടു അല്ലെ. കഴിഞ്ഞ പെട്ടെന്ന് അമരശ്ശേരിയിൽ ഒരു മകന് ഉമ്മരെ കൊന്നറ് അല്ലെ, ലഹരി അടിച്ചത്ത് മാതാവിനെ കൊന്ന സ്റ്റോറി ഞങ്ങൾ കേട്ടതായി അല്ലെ. മാതാവ് രോഗമുണ്ട്, സീക്കുണ്ട് അല്ലെ, ക്യാൻസർ രോഗമുണ്ട്, അതിന്റെ പേരിലും ചെല്ലാർ. അതല്ലെങ്കിലും മാതാപിതാക്കൾക്ക് ഡ്രഗ്സ് അടിക്കൂ, പണം കൊടുത്തിട്ടില്ല, പൈസ തന്നിട്ടില്ല, അതുകൊണ്ട് ജോറായിട്ട് ഡ്രഗ്സ് അടിച്ച് മൊത്തം കൊന്നാണ്. അല്ലെങ്കിൽ ജാഗരെ സ്വത്തു അത് ഓഹരി വെച്ചിട്ടില്ല ചെന്ന് ആ ഒരു മകൻ മാതാപിതാക്കളെ കൊല്ലുമ്പൊത്തുക്ക് നോക്കണു. സഹോദരന്മാരെ ഓർത്തോളും പോയിട്ടുണ്ട്. ഇന്നത്തെ തലമുറ ചെല്ലത് ആ മാതാപിതാക്കളുമായിട്ടുള്ള ബന്ധത്തിൽ ഒരുപാട് വിള്ളലായി തിക്കറ്, ഒരുപാട് പ്രയാസമായി തിക്കറ് എന്റെ കണ്ടുകൊണ്ടില്ല. എനിക്കൊരു പ്രയാസവുമില്ല. ഇന്നത്തെ മക്കൾക്ക് മാതാപിതാക്കൾക്ക് എന്തെങ്കിലും വേദനായി തിക്കറ്, നൊമ്പലുണ്ട്, പ്രയാസം വെച്ചാൽ അതൊരു പ്രശ്നമേ അല്ല. എനിക്ക് ഇന്നത്തെ തലമുറകൾ വിഷയമേ അല്ല. മാതാപിതാക്കൾ വേദനിക്കറല്ല, ചിലത്തുള്ള ബേജാറ് പോലും ഇനി വേണ്ടതായ ജനറേഷനുകൾ കാണുക സാധ്യമാവില്ല. സഹോദരന്മാർ മനസ്സിലാക്കും. ഇസ്ലാം ഏറ്റവും പവിത്രമായിട്ട് കണ്ടതായ ഒരു ബന്ധമായിട്ട് മാതാപിതാക്കന്മാരുള്ള ബന്ധ അല്ലെ. അള്ളാഹു സുബ്ഹാനഹു തആല പടിപാട്ടിന് അള്ളാഹുരെ ഇഷ്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെല്ലും. അള്ളാഹുരെ ഇഷ്ടവേണം, അത് മാതാപിതാക്കന്മാരെ ഇഷ്ടത്തിലായി തിക്കറ്. അള്ളാഹുരെ അർസുള്ളത് മാതാപിതാക്കന്മാരെ അർസായി തിക്കറ്. അപ്പൊ അത്രയും പവിത്രമായിട്ട് പരിശുദ്ധ ഇസ്ലാം കണ്ടു. ഇണ്ടും അതുപോലെ കണ്ടുകൊണ്ടുണ്ടു. യാറത്താൽമാ പ്രായമായി കഴിഞ്ഞാൽ അങ്ങനെ ഔത്തുലു അങ്ങനെ നല്ലപോലെ നോക്കുന്നതായ സമുദായത്തിൽ മുസ്ലിം സമുദായം. മറ്റുള്ള സമുദായത്തെ നോക്കിയുണ്ടായെങ്കിൽ അങ്ങനെ ഓരോ ചാനലിലെ വേണ്ടതായ വാർത്ത നോക്കുമ്പോത്തുക അങ്ങനെ സംസാരം കേൾക്കുമ്പോത്തുക എനിക്ക് മുസ്ലിം സമുദായത്തിന്റെ വിഷയത്തിൽ ചെല്ലകൊണ്ട് എനിക്ക് ഏറ്റവും നല്ല സമുദായ മാതാപിതാക്കന്മാരെ ഔത്തുలు സംരക്ഷിക്കാറ്, നല്ലപോലെ നോക്കാറ് മുസ്ലിം സമുദായത്തിലെ ആൾമാർ. അതിലെനിക്ക് അഭിമാനമുണ്ടു അല്ലെ. അത് അല്ലാഹു സുബ്ഹാനഹു തആല നിർദ്ദേശിച്ചതായ നിർദ്ദേശനമായി തിക്കറ് സഹോദരന്മാർ. ഇസ്ലാമു ഏറ്റവും നല്ല സംസ്കാര അത് അല്ലാഹു സുബ്ഹാനഹു തആല പടിപാട്ടി തന്നു. അപ്പൊ ആ ബന്ധ അത് നഷ്ടപ്പെട്ടുകൊണ്ടുണ്ട് ചില ഇത്തരത്തിലുള്ള ഒരു ആൽമാർ. ദീനും ദുനിയാവും ഇല്ലാത്ത ആൽമാർ, ഡ്രഗ്സ് വാക്കുകൾ വേണ്ടതായി അടിമപ്പെട്ടതായ ആൽമാർ, അങ്ങനെയും ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടാവുക. അത് ഒരു മുസ്ലിം ഒരു ഉമ്മറെ കൊന്നൊരു ചെല്ലുമ്പൊത്തുക അത് വലിയ ഒരു വിഷയമായി ഒരു ബേജാറ് വിഷയമായി. കാരണം ഈമാനുള്ള മനുഷ്യ മുസ്ലിമീങ്ങ അത്ര ശ്രദ്ധിക്കുന്നതായ മുസ്ലിമീങ്ങ ഇത് ഉറക്കത്തും ഉണ്ടാകും തീര. ഇന്നത്തെ ആൽമാർ, ഇന്നത്തെ പുതിയ തലമാറ് ഡ്രഗ്സിനെയും മദ്യത്തിനെയും ലഹരിയിലെ ബാക്കിൽ പോകുമ്പോഴത്തേക്ക് ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടായിട്ടുള്ളത്. മോശപ്പെട്ടതായ കൂട്ടുകെട്ട്, ചങ്ങായിമാർ, ഇത് ജീവിതത്തിൽ കടന്നവർ മൊത്തവൂ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടാവൂ. അതുപോലെ മനസ്സിലാക്കുകയുള്ളതായ ഒരുപാട് മോശപ്പെട്ടതായ ആൽമാർ ഇത്തരത്തിലുള്ള ഈ തിന്മയിൽ മുങ്ങിയതായ സമുദായത്തെ മുസ്ലിം ഉമ്മത്തരെ ആൽമാരെ
ഈ മോശപ്പെട്ടതായ മാർഗത്തുക്ക് വലിച്ചുകൊണ്ടിരിക്കാറ് പല നമ്മത്തിൽ അത് എങ്ങനെ കിട്ടും നോക്കിക്കൊണ്ടിരിക്കാറ്. മുസ്ലിം സമുദായത്തെ വികൃതമാക്കൂ സോഷ്യൽ മീഡിയയിലൂടെ അങ്ങ് പല നമ്മത്തിലുള്ള പ്രയത്നങ്ങളും ആക്കിക്കൊണ്ടുള്ള വികൃതമാക്കണം, മോശപ്പെട്ട നിലക്കുള്ള ചിത്രീകരണം ആക്കും ദായത്തിക്കറ് നിങ്ങളെ പ്ലാൻ. അതുകൊണ്ടത്തെ സഹോദരന്മാരെ അപ്പുമ്മ ഉള്ളതായ ബന്ധ അത് ശ്രേഷ്ഠമായ ബന്ധ. സല്ലല്ലാഹു അലൈഹി വസല്ലമ എനിക്ക് പടിപാട്ടി തണ്ട് കുല്ലു ദുനൂബിൻ യുഅഖിറുല്ലാഹു മിൻഹാ മാ യശാഉ ഇലാ യൗമിൽ ഖിയാമ. ദുനിയാവിലു അല്ലാഹു സുബ്ഹാനഹു വ തആല ശിക്ഷ കൊടുക്കറണ്ടായെങ്കിൽ കുല്ലു ദുനൂബിൻ യുഅഖിറുല്ലാഹു മിൻഹാ മാ യശാഉ ഇലാ യൗമിൽ ഖിയാമ. എല്ലാ ശിക്ഷകളാലും പരലോകത്തുക്ക് അല്ലാഹു നീട്ടി വെക്കുക. എല്ലാ തപ്പുകളുടെ ശിക്ഷ ദുനിയാവിലും ഒരു സമയം ദുനിയാവിൽ കൊടുക്കലാവും, അത് പരലോകത്തുക്ക് നീട്ടി വെക്കുവാണ്. ഇല്ലൽ ബഗിയ വ ഉഖൂഖൽ വാലിദൈനി ഔ ഖതീഅത റഹ്ം. മൂന്ന് വിഷയ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചന്ത ഇല്ലൽ ബഗിയ വ്യഭിചാര നടത്തരതായ ആൽമാറുകളുടെ ശിക്ഷ ദുനിയാവിലെ ഉണ്ടാകും. എന്തെങ്കിലും രോഗങ്ങളാവട്ടെ സീക്കാവട്ടെ അങ്ങനെ ജീവിതത്തിൽ ഒരു വ്യഭിചാരത്ത് കൊണ്ടതായ ആൽമാർ അല്ലാഹു സുബ്ഹാനഹു വ തആല ചന്ത അല്ലെ മൂന്നാൽമാരെ കൂട്ടത്തിൽ അള്ളാഹു നോക്കില്ല, അങ്ങനെ സംസ്കാരത്തില്ല. ആരും പ്രായമായിട്ടുള്ളേ അണ്ട് മുടി നിറച്ചിട്ടുണ്ടോ അല്ലെ, മുടിയല്ല പൽത്തറ് ആയെങ്കിലും വ്യഭിചാരത്തെ പിന്നാലെ കൊണ്ടതായ വയസ്സനായ വ്യഭിചാരം അല്ലെ, വയസ്സായ വ്യഭിചാരി ഉണ്ട്. പല ആൽമാർക്ക് കാണാൻ സാധ്യ. ഇത്തരത്തിലുള്ള ഈ മാർഗത്തെ വാക്കൽ കൊണ്ടതായ ആൽമാർ പ്രായമായ ആൾ, മൊത്തം ഭാര്യയുണ്ടോ, മക്കളുണ്ടോ, മരുമക്കളുണ്ടോ, എങ്കിലും ഈ ഒരു ചട്ടപ്പെടാത്തതായ ആൽമാർ മനസ്സിലാക്കണം. അല്ലാഹു തആല അല്ല പരലോകത്ത് യാതൊരു വിലയുമില്ല, കൊടുക്കല ഒരു സംസ്കാരവും അല്ലാഹു ആക്കല. ഇല്ലൽ ബഗിയ തോന്നിവാസി നടത്തുന്നതായ വ്യഭിചാര നടത്തുന്നതായ ആണുമാവട്ടെ പെണ്ണാവട്ടെ അവനക്ക് ദുനിയാവുള്ളൂ ശിക്ഷ കൊടുക്കാമാറ് വിടില്ല ചെന്ന് അല്ലാഹുരെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പരിപാടി ഇല്ല. ഇല്ലൽ ബഗിയ വ ഉഖൂഖൽ വാലിദൈനി. അതുപോലെ രണ്ടാമതായി ചെന്ന് മാതാപിതാക്കന്മാരെ നിന്ദിക്കുന്നതായ ആൽമാർ, മാതാപിതാക്കന്മാരെ ഉപദ്രാക്കുന്നതായ ആൽമാർ, പരിഗണിക്കാത്ത ആൽമാർ അനക്ക് ദുനിയാവില് ശിക്ഷ കൊടുക്കുക. ഏത് നമ്മത്തില കൊടുക്കാമാറ് വിടില്ല. അങ്ങ് വലിയായിട്ടെങ്കിൽ അങ്ങനെ മക്കളെ കൊണ്ടുത്തു അനക്ക് അത് തിരിച്ചടിക്കുവാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല അതും കഴിവുള്ളവനായിട്ടിക്ക. അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചെന്ന ഉഖൂഖൽ വാലിദൈൻ, മാതാപിതാക്കന്മാരൊക്കെ നല്ല രൂപത്തിൽ പെരുമാറും, നല്ല മക്കാവും. ഞങ്ങളൊത്ത് പ്രായമായ മാതാപിതാക്കൾ നിൽക്കുവാറ് അത് ഞങ്ങൾ നല്ല രൂപത്തിൽ ഞങ്ങളൊക്കെ പെരുമാറുമ്പോൾ ഞങ്ങളെ മക്കവും അതേപോലെ ഞങ്ങളൊക്കെ സമീപിക്കരുത്. ഞങ്ങളെ മക്ക കാണും, ഞങ്ങളെ പെൺമക്ക കാണും, ഞങ്ങളെ ആൺമക്ക അത് കണ്ടു പഠിക്കണം. മാതാപിതാക്കന്മാരൊക്കെ എങ്ങനെ പെരുമാറുന്നത് അതുപോലെ ഞങ്ങൾ ആക്കിற ഓരോ കാര്യം അതുപോലെ തിരിച്ചു മറിച്ചുള്ളതായി നെനപ്പ് വേണം. ഔ ഖതീഅത റഹ്ം. അതുപോലെ കുടുംബ ബന്ധം മുറിക്കറോണു, കുടുംബ സംബന്ധം മുറിക്കറോണു ദുനിയാവിലെ അതുള്ളതായ ശിക്ഷ കൊടുക്കുവാണ്. അത് ഏത് രൂപത്തിൽ വന്നു ചേർത്ത് ചെല്ലകൂ സാധ്യമേ അല്ല. അതുകൊണ്ട് ഇത്തരത്തിലുള്ള ബന്ധങ്ങൾ ശ്രദ്ധിക്കണം ഓരോ വിഷയത്തും. അതുപോലെ നാലാമതായിട്ട് മനസ്സിലാക്കുക നല്ല സുഹൃത്ത് ബന്ധ ഫ്രണ്ട്ഷിപ്പായിട്ട് നേരത്തെ ചെന്നതുപോലെ ഏറ്റവും നല്ല രൂപത്തിൽ മനുഷ്യരെ കൊമ്പോകും സാധിക്കുന്നതായ ഒരു മേഖലയായിട്ട് ഫ്രണ്ട്ഷിപ്പ് ചെല്ലും. ഏറ്റവും നല്ല രൂപത്തിലും കൊമ്പോകും, അതുപോലെ ഏറ്റവും മോശപ്പെട്ടവനായിട്ട് കൊമ്പോകും സാധിക്കരുത് ഈ സുഹൃത്ത് ബന്ധ ചെല്ലത്. സല്ലല്ലാഹു അലൈഹി വസല്ലമ ചന്ത് മസലുൽ ജലീസി സ്വാലിഹ്, സ്വാലിഹായ മനുഷ്യന്റെ ഉപമ, വൽ ജലീസി സൂ, ബെടുക്കായ ചങ്ങായിമാരെ ഒരു എക്സാമ്പിൾ ചെന്നെങ്കിൽ, നല്ല ചങ്ങായും ബെടുക്ക് ചങ്ങായിമാരെ എക്സാമ്പിൾ ചെന്നിട്ടെങ്കിൽ ഒന്നു അത്തറ ചുമക്കുന്നവരെ പോലെ, അല്ലെങ്കിൽ അത്തറ കച്ചവടാക്കർ, അല്ലെങ്കിൽ കസ്തൂരി വിൽக்கிறവനോ അല്ലെങ്കിൽ അത്തറ വിൽக்கிறവനോടെ പോലെയും, അതുപോലെ ഇരുമ്പല്ല തട്ടിത്ത് ഊതിത്ത് കത്തിയും അതുപോലെ കൊടാലിയും എല്ലാം ആക്കറ ഇരുമ്പ് പണിക്കാറ കമ്മാറ അവന്റെ പോലെ ആയിട്ടിക്കറ്. രണ്ടാല മുട്ട പോയെങ്കിലും
വ്യത്യസ്തമായിട്ടുള്ള അനുഭവമായിട്ടിരിക്കൂ. നല്ല അത്ര കച്ചവടക്കാരന്റെ മുട്ട പോയെങ്കിൽ, നല്ല ചങ്ങായ മുട്ട പോയെങ്കിൽ അല്ലെ, ഒന്നെങ്കിൽ എടുക്കാം, പൈസ കൊടുത്തു അത്ര എടുക്കുക സാധ്യം, ഇല്ലെങ്കിൽ അവിടെ മുട്ട പോയെങ്കിലും ആ സ്മെല്ല് നിങ്ങൾക്ക് അനുഭവിക്കുക സാധ്യമാവും. വിൽക്കുമ്പോഴത്തേക്ക് സ്മെല്ലടിക്കാൻ നിങ്ങൾക്ക് കാണാൻ സാധ്യം, അതെങ്കിലും നമുക്ക് ആസ്വദിക്കാം. എന്നാൽ വെടുക്ക് ഇതിര മുട്ട പോയെങ്കിൽ അവിടെ പുകയായി തിക്കറിക്കറ് അല്ലെങ്കിൽ ചൂടായി തിക്കൂ. അപ്പൊ അങ്ങനെ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പടിവാട്ടി തന്നെ ഏറ്റവും നല്ല സുഹൃത്തിനെ തെരഞ്ഞെടുത്തിട്ടായെങ്കിൽ അത് ഏറ്റവും നല്ല അത്തറ് കച്ചവടക്കാരനെ പോലെ നല്ല സ്വഭാവം അതിലുണ്ടാവും. വെടുക്കായ ആൽമാരെ കൂട്ടത്തിൽ പോയെങ്കിൽ അല്ലെ, നല്ല മക്കളെ നോക്കിയ മയവും അവിടെ ചങ്ങായി ആറായിട്ടിരിക്കുക. അവിടെ കൂട്ടുകൂടെ ആരെ ഒട്ടിക കൂട്ടുകൂടുള്ള അവൻ നല്ലവരാണ്, വെടുക്കുള്ളാണ് ചെന്ന് അവന്റെ ചങ്ങായിമാരെ നോക്കി മയാവു ചെന്ന് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പടിവാട്ടി. റജുലു അലാ ദീനി ഖലീലിഹി, അവന്റെ ചങ്ങായിരെ ദീനിലായിട്ടിരിക്കുന്ന ഒരാളുള്ളേ അല്ലെ, അവന് കൂട്ടുകൂടുന്ന ആരത്തെ കയറ്റിക്കുക, നല്ല മനുഷ്യന്മാരെ കൂട്ടുകൂടി ഉണ്ടായെങ്കിൽ അവന് നല്ല ഉണ്ടായിത്തിക്കറത്ത വെടുക്ക് മനുഷ്യന്മാരെ കൂട്ടത്തിൽ കൂടിയുണ്ടായെങ്കിൽ അവന്റെ സ്വഭാവത്തിൽ വെടുക്കൊണ്ടു ചെന്തായിത്തിക്കുക അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പടിവാട്ടി തന്നെ അല്ലെ. അപ്പൊ നല്ല ഒരാളെ നോക്കിയിട്ട് ഇയാൾ നല്ല മനുഷ്യ ചെന്ന് ഞങ്ങൾക്ക് ഉറക്കത്തുക തീരുമാനം എടുക്കുക സാധിക്കില്ല. മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു പടിവാട്ടി തണ്ട് ഒരാൾ വന്ന് കേൾക്കുക, ഇന്ന ഫുലാനൻ റജുലുൻ സിദ്ഖിൻ ഒരാൾ വന്ന് ഉമർ റളിയല്ലാഹു അൻഹു ചൊല്ല്, അയാൾ നല്ല സത്യസന്ധത്തുള്ള മനുഷ്യ, 5 വക്ത് നിസ്കരിക്കല്, നോമ്പെടുക്കല്, ഖുർആൻ ഓതല്, നല്ല ആളല്ലേ അയാൾ. പിന്നെ ഉമർ റളിയല്ലാഹു അൻഹു കേൾക്കുക, ഫഖാല അൽ സാഫർത മഅഹു, നീ അയാളൊട്ടിಗೆ യാത്ര നല്ല ഒരു മനുഷ്യന്റെ ലക്ഷണം പടിവാട്ട് ഉമർ റളിയല്ലാഹു അൻഹു പടിവാട്ടി. നീ അയാളൊട്ടിಗೆ നീ യാത്ര പോയിരുന്നു? അയാൾ ചെല്ല് കാലല്ല, ഞാൻ പോയിട്ടില്ല. ഫഹൽ കാന ബൈനക വബൈനഹു മുആമല, നിക്കും അയാളുടെ എന്തെങ്കിലും വ്യാപാര അല്ലെങ്കിൽ വഴിപാട്ട് നടന്നതാ, എന്തെങ്കിലും വ്യാപാരാക്കിയ കച്ചവടം എന്തെങ്കിലും വ്യവഹാരം എനിക്ക് നടന്നതാ? അയാൾ ചെല്ല് ഇല്ല, കച്ചവടമൊന്നും ആക്കിയിട്ടില്ല, വ്യവഹാരം അല്ലെങ്കിൽ പൈസ ഇടപാട്, കടം അപ്പുറപ്പുറം കൊടുക്കറ് ഒന്നും നടന്നിട്ടില്ല. അതുപോലെ അയാൾ കേക്കറ്, വീണ്ടും കേക്കറ്, ഫഹൽ എന്തെങ്കിലും വിശ്വസിച്ചിട്ട് നീന് എന്തെങ്കിലും കൊടുത്തരേ, അവിടെ വിശ്വസിച്ചിരുന്നു എന്തെങ്കിലും വിഷയത്തിൽ എന്തെങ്കിലും ഏൽപ്പിച്ചരേ, വിശ്വാസം ഏൽപ്പിച്ചരേ, കേക്കറ എന്തെങ്കിലും പറഞ്ഞേൽപ്പിച്ചത് എന്തെങ്കിലും കൊടുത്തരേ, എന്തെങ്കിലും അമാനത്ത് നീ കൊടുത്തരേ? കാലല ചെല്ല്, ഞാൻ കൊടുത്തിട്ടില്ലേ. അയാള് ഉമർ റളിയല്ലാഹു അൻഹു ചെല്ല്, എനിക്ക് ഒരു അയാളെ വിഷയത്തിൽ ഒരു ചുക്കും വന്നിട്ടില്ല, നീ അയാൾ സത്യസന്ധനാണെന്ന് ചെല്ലല്ലേ, നീത് നിക്ക് യാതൊരു വിവരവുമില്ല. നീನು നോക്കിയത് കാലി പള്ളിയിൽ വന്ന് തലകുണിക്കുന്നതും സുജൂദാക്കുന്നതും റുക്കുവാക്കുന്നതും മാത്രമായിട്ട് നീ കണ്ടോണ്ടില്ലേ. അയാളെ വേറെ മുഖം നീ നോക്കിയിട്ടില്ല, അയാളെ സ്വഭാവം എനിക്ക് മനസ്സിലാക്കിയിട്ടില്ല. നീ കാണുമ്പോൾ നിസ്കരിക്കുന്ന ആൾഭാവം അല്ലെങ്കിൽ നല്ല ഈമാനുള്ള ആൾഭാവം ചെന്ന് നിസ്കരിക്കുകയും ഖുർആൻ ഓതുകയും സുജൂദാക്കുന്ന ആൾമാരെ മാത്രം നീ കണ്ടെത്തുള്ളേ. അയാളെ സ്വഭാവം മനസ്സിലാക്കണോണ്ടായെങ്കിൽ അവരൊക്കെ നീ യാത്ര ആക്കണോ. ഒരാൾ നല്ല മനുഷ്യൻ ചെന്ന് മനസ്സിലാക്കണോണ്ടായെങ്കിൽ നീ യാത്ര പോകണ അയാളൊട്ടിಗೆ മനസ്സിലാവൂ എങ്ങനെ ഉണ്ടോ. അല്ലെങ്കിൽ വ്യവഹാരം നടത്തണോ, അല്ലെങ്കിൽ കടമിടപാട് കൊടുക്കണോ, ഒരു 1000 രൂപ 2000 രൂപ 3000 രൂപ കട കൊടുത്തു നോക്കും. നല്ല മനുഷ്യനെങ്കിൽ അപ്പമേ തിരിച്ചു തരുക, എഴുതി വെക്കുക, നെനപ്പാക്കുക, അങ്ങനെ കേൾക്കണോട്ടില്ല. കടലെടുത്തുണ്ടെങ്കിൽ കേൾക്കണം, അത്ര കൊടുത്തിട്ട് ഇന്ന ഡേറ്റുകൾ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കണം, നല്ല മനുഷ്യരായിട്ട്. അതല്ല പിന്നെ തന്റെ നാളെ തന്റെ അല്ലെങ്കിൽ ബണ്ടത്തിങ്ങള് ഒരു വർഷ ഇങ്ങനെ പോയ ടൈമിൽ എത്ര നിസ്കരിച്ചെങ്കിലും അവന് നല്ല മനുഷ്യനായിട്ട് കണക്കാക്കൂ സാധ്യാവില്ല, മനസ്സിലാക്കണം. അതുപോലെ ഒന്നെങ്കിലും വിശ്വസിച്ചിട്ട് ഏൽപ്പിച്ചതായ വസ്തു അതുപോലെ തിരിച്ചു തരും. അമാനത്ത് അല്ലെ ഏൽപ്പിച്ചതായി എന്തെങ്കിലും ഉത്തരവാദിത്വം കൊടുത്തിട്ട് എന്തെങ്കിലും കൃത്യമായിട്ട് നിർവഹിക്കണോ. ഇതെല്ലാം നല്ല മനുഷ്യന്മാരെ അടയാളമായിട്ട്. ഇങ്ങനെ സംബന്ധങ്ങൾ ഒരുപാട് കൊണ്ടു.
ആ ബന്ധത്തിൽ എല്ലാം കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ട് ജീവിക്കുക, ശ്രദ്ധിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാവട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ ലി വ ലക്കും വ ലിജമീഇൽ മുസ്ലിമീന മിൻ കുല്ലി ദംബ് ഫസ്തഗ്ഫിറൂ ഇന്നഹു ഹുവൽ ഗഫൂർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. അല്ലാഹുവരെ സൂക്ഷിച്ച് ജീവിക്കണം ചിന്തയിനൊക്കെ നിങ്ങളൊട്ടിയാണ് വസിയത്താക്കിക്കൊണ്ടുള്ള ഉപദേശാക്കിക്കൊണ്ടുള്ള അല്ലാഹു സുബ്ഹാനഹു തആല പവിത്രമാക്കിയതായ റമളാൻ തിങ്കൾ അതാണ്. ഏതാനും ദിവസങ്ങൾ ഞാൻ ടൈമിൽ നിങ്ങളെ മുന്നല് വന്നെത്തും. അപ്പൊ ശഅബാൻ തിങ്കളായി തിക്കറ് ഞങ്ങൾ ഉള്ളിൽ ഏറ്റവും കൂടുതൽ പ്രതിഫല കിട്ടതായ പുണ്യം കിട്ടതായ തിങ്കളായി തിക്കറ് 3 തിങ്കൾ ചേർത്ത് റജബ്, ശഅബാൻ, റമളാൻ. പണ്ഡിതന്മാർ പല വിശേഷണ കൊടുത്തിരാറ്. റജബ് തിങ്കൾ ചെന്ന ടൈമിൽ കൃഷി ഒരു ജാഗയിൽ ഒരു തോട്ടത്തിൽ കൃഷിയാക്കുക ഞങ്ങൾ വിചാരിച്ച ടൈമിൽ അതിന് ഫസ്റ്റ് ആദ്യമായിട്ട് ഞങ്ങൾ വിത്തിടണം. കൊമ്പത്ത് വിത്തിട്ട് തയ്ത്തിക്ക് കൃഷിയായി. അപ്പൊ റജബ് തിങ്കൾ ചെന്നെങ്കിൽ വിത്തിടതായ തിങ്കൾ അത് സ്റ്റാർട്ടാക്ക അമല് തെല്ല് സ്റ്റാർട്ടാക്കൊണ്ട് പറഞ്ഞു. അതുപോലെ ശഅബാൻ ചെന്നെങ്കിൽ അത് നനக்கிறതായ കൃഷി മുളച്ച് വന്നിട്ട് തന്നി വീത്ര ആ ടൈമായിട്ട് ശഅബാൻ തിങ്കൾ. റമളാൻ തിങ്കൾ ചെന്നെങ്കിൽ അത് ആ കൃഷിയിൽ നിന്ന് വിളവെടുக்கிறതായ കൃഷി ഫലെടുக்கிறതായ തിങ്കളായി ഇങ്ങനെ പണ്ഡിതന്മാർ കണക്കാക്കിയ. അപ്പൊ ഈ തിങ്കൾ ചെല്ലത് ഏറ്റവും പുണ്യമുള്ള ഒരു തിങ്കളായി റമളാൻ ഈ ശഅബാൻ ചെല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചന്ത് ഉസാമ റളിയല്ലാഹു അൻഹു കേക്കറിയ റസൂലല്ലാഹ് ലം അറക തസൂമു ശഹറൻ മിന അശ്ശുഹൂരി മാ തസൂം മിൻ ശഅബാൻ. நீங்க ஷாபான் திங்கள்ல யார நோம் பிடிக்கிறாரல்லே എന്തായി തിക്കറ് ഷാബാൻ ഇങ്ങനെ യാര നിങ്ങ നോം പിടിക്കറ് ബാക്കിയുള്ള തിങ്ങല്ല അത്ര നിങ്ങൾക്ക് കണ്ടോന്നില്ല ചെന്ത് ഉസാമ റളിയല്ലാഹു അൻഹു കേക്കറ്. ആ സന്ദർഭത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊല്ലുന്നത് ഖാല ദാലിക ശഹറുൻ യഗ്ഫുറു നാസു അൻഹു ബൈന റജബിൻ വ റമളാൻ. ഈ തിങ്കൾ ചെന്നിട്ടെങ്കില് യാറത്താൽമാർ അശ്രദ്ധമായിട്ട് ശ്രദ്ധയില്ലാണ്ട് പോണ്ടതായ ഒരു തിങ്കളായി തിക്കറ്. റജബും അതുപോലെ റമളാന്റെ ഇടയിൽ ഈ ഉള്ളതായി തിങ്കള് യാറത്താൽമാർ ശ്രദ്ധിക്കില്ല, ഇബാദത്തിൽ കൊറോടിയായി തിക്കറ്. ചെന്നെങ്കിൽ ഗഫ്ലത്തിലായി തിക്കറാറ്, അശ്രദ്ധ അല്ലെ. കച്ചവടക്കാര് ഈ തിങ്കളിൽ അശ്രദ്ധയായി തിക്കറ്. പണ്ടേ റമളാന് എന്തെಲ್ಲ ಪರ್ಚೇಸ್ ಹಾಕಿಬೇಕು ಪರ್ಚೇಸ್ಗೆ ಬೋಂಡಲ್ಮ ಮಂಗಿಲಿಂದಂಟಾಯಗಳು ಮಂಗಿಲ್ತ ಬಿಸಿ ಹಾಕಿಕ್ಕರು. റമളാൻ കൊണ്ട് വേഗം മങ്ങില ആക്കി തീർക്കും. അതുപോലെ കളിയെല്ലാം അതുപോലെ കളിയെല്ലാം വേഗം തീർക്കും. റമളാനിൽ കളിക്കുകയില്ല. IPL, UPL ഇങ്ങനെ എന്തെല്ലാം ഒരു റായത്തിൽ പേര് വെച്ചിട്ട് അക്കരെ കളി ഇങ്ങനെ തീരണോ ചെന്ന് ഇങ്ങനെ ആൽമാർ ഗഫ്ലത്തില് അശ്രദ്ധയുള്ളതായി ഒരു തിങ്കളായി തിക്കറ് ഈ നാള്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചന്ത് വഹുവ ശഹ്റു. ഈ ശഅബാൻ തിങ്കള് അത് ഒരു തിങ്കളായി തിക്കറ്. തുർഫഉ ഫീഹിൽ അഅമാലു ഇലാ റബ്ബിൽ ആലമീൻ. അല്ലാഹു ഞങ്ങളെ ഒരു വർഷത്തെ അമലെല്ലാം ഉയർത്തപ്പെടുന്നതായ ഒരു തിങ്കള്. അക്രതായ ഇബാദത്തെല്ലാം അപ്പമേ അല്ലാഹു മേലുക്ക് പോണ്ടേ ഉയർത്തുന്നതായി ഒരു വർഷത്തിലാക്കിയ ഇബാദത്തുള്ള ഉയർന്നു പോണ്ടതായി ഒരു തിങ്കളായി തിക്കറ് ഈ തിങ്കള്. അതുകൊണ്ട് നാം നോമ്പ് പിടിക്കുന്നത് ചെന്നിട്ടെങ്കിൽ നാം നോമ്പുകാരനായിട്ട് നന്റെ അമല് അല്ലാഹു അത് ഉയർത്തണോ ചെല്ലതായ ആ ഒരു ഇഷ്ടമുണ്ട് നമുക്ക്. അതുകൊണ്ടായി തിക്കരുതാണ് ഇഷ്ടപ്പെട്ട നോമ്പ് പിടിക്കുക ഇഷ്ടപ്പെട്ട ചെന്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പരിപാടി തന്നു. അതുകൊണ്ട് ഈ തിങ്കൾ യാറ ഷഹ്റുൽ ഖുർആൻ ചന്തായിട്ട് ഒരുപാട് സ്വഹാബത്തര വിഷയ ഒരുപാട് കാര്യങ്ങളുണ്ട്. പ്രാർത്ഥനാക്കറുതും അതുപോലെ മുന്നലത്തെ ആൽമാറ് സലഫീങ്ങ അങ്ങ
അങ്ങനെ ജക്കാത്ത് മുതൽ റമദാൻ പറമ്പത്തുകായിട്ടേക്ക് യാത്താൽമാർ ജക്കാത്ത് കൊടുക്കുക അല്ലെ, പൈസ റമദാനിൽ കൊടുക്കുക. അതല്ല ഷാബാൻ തിങ്കളിലായിട്ട് ജക്കാത്തിലെ കണക്കല്ല എല്ലാം റെഡിയാക്കുന്നത് ഇന്നത്തെ ആൾമാർ ചരിത്രത്തിൽ കാണാൻ സാധ്യത. കാരണം റമദാനിൽ ഇനി ആരും പോക തീരാ, പാവപ്പെട്ടതായ ആൾമാർ കഷ്ടപ്പെടുക തീരാ. അങ്ങനെ ജക്കാത്തിലെ പൈസ എല്ലാം അങ്ങ ഈ ഷാബാൻ തിങ്കളിൽ കൊടുത്തോണ്ടിരുന്ന ആള് റമദാൻ എന്ന ഇബാദത്തിൽ ഏർപ്പെടുക അല്ലെ. അങ്ങനെ അങ്കടിയും ഷോപ്പും എല്ലാം ബന്ധാക്കിട്ട് ഖുർആനും പാരായണത്തിലും അതുപോലെ ദിക്റിലും ഇങ്ങനെ സത്കർമ്മത്തില് മുന്നേറൂ എന്ന് ശ്രദ്ധിച്ചോണ്ടിരുന്നാൽ പ്രത്യേകിച്ചിട്ട് ഈ ഷാബാൻ തിങ്കൾ അതുകൊണ്ട് നിസ്സാരമായിട്ട് നിങ്ങൾക്ക് കാണാൻ തീരാം. ഈ തിങ്കളിലെ നിസ്സാരമായിട്ട് കാണണ്ട. യാറ ഇബാദത്തെടുക്കും, അതുപോലെ ദാനധർമ്മ അള്ളാഹുടെ മാർഗത്തിൽ ചെലവാക്കുന്നതും, അതുപോലെ ഖുർആൻ ഓതർ ഷഹറുൽ ഖുർആൻ ഓതരെ ആൽമാരെ തിങ്കളായിട്ട് ഷാബാൻ തിങ്കളെ ചെന്ന് ചരിത്രത്തിൽ കാണാൻ സാധ്യ. അതുകൊണ്ടെത്തു ഈ തിങ്കളെ യാറത്തെ ഇബാദത്തെടുക്കുക, നോമ്പെടുക്കുക. അവരെങ്ങ് നോമ്പെടുക്കാം, തിങ്കളാസരണ്ടും വേലാസരണ്ടും നോമ്പെടുക്കാം. അതല്ലാണ്ട് ഒരു നാൾ ഇടവിട്ടിട്ട് ഒരു നാൾ നാം പിടിച്ചിട്ട് ഇന്നൊരു നാം വിട്ടൊത്ത് അങ്ങനെയും എടുക്കാം. ചെന്ന് പണ്ഡിതന്മാർ നമുക്ക് പടികാട്ടി തന്നാറ്. അതുകൊണ്ട് ഈ തിങ്കളിലെ പവിത്രത്തെ മനസ്സിലാക്കിയിട്ട് യാർ ഇബാദത്തെടുക്കുക ശ്രദ്ധിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാവട്ടെ. ഞാൻ ആക്കിപ്പോയതായി മുഴുവൻ ദോഷത്തെ റബ്ബ് സുബ്ഹാനഹു വ തആല പുറത്ത് മാഫാക്കി തരുമാറാവട്ടെ. ഞങ്ങളിന്ത് രോഗം കണ്ടെത്തു കഷ്ടപ്പെട്ടതായി എത്രയോ സഹോദരിമാരുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ രോഗത്തെ എത്ര വേഗം ശുഭകൊടുത്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. മാരകമായിട്ടുള്ള രോഗത്തിൽ നിന്നും അപകട മരണത്തിൽ നിന്നും ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബത്തെയും അല്ലാഹു കാത്ത് സലാമത്താക്കട്ടെ. ഞങ്ങളിൽ മരിച്ചു പോയതായ ഞങ്ങളെ അബ്ബോമ്മ, ഞങ്ങളുടെ കുടുംബക്കാർ, ഞങ്ങളുടെ രായത്തങ്ങ, ഞങ്ങളുടെ ചങ്ങായിമാർ, ഞങ്ങളുടെ സംഘടനാ പ്രവർത്തകന്മാർ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഞങ്ങൾക്ക് എല്ലാവർക്കും മഗ്ഫിറത്തും റഹ്മത്തും അനുഗ്രഹിക്കുമാറാവട്ടെ. ഞങ്ങളെയും നാളെ പരലോകത്തോടെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടുമാറാവട്ടെ. ഒന്ന് രണ്ട് വിഷയ നിങ്ങളൊട്ടിಗೆ ചൊല്ലുകൊള്ളത്. ഒന്നാമതായിട്ട് ഞങ്ങളെ മദ്രസരെ ഇവിടെ ಬಂತುಂಡು. മദ്രസ യാതൊരു നിലക്കുള്ള ഒരു വരമാനയില്ല. ചമ്മ 200 ചില്ലറ മക്ക ഇവിടെ പഠിച്ചുകൊണ്ടുള്ളൂ. അതുപോലെ എനിക്ക് ദൈക്കമുള്ളതായ സൗകര്യം കൊടുത്തിയായിട്ട്, അതുപോലെ ഞങ്ങളെ പടിപാട്ട് ഒരുപാട് ഉസ്താദന്മാരെയും ടീച്ചർമാരെയും ആവശ്യമുണ്ട്. ഒരുപാട് അത് ചെലവുണ്ട്. അതുകൊണ്ടൊത്തു ആ ഒരു വിഷയം മനസ്സിലാക്കിയിട്ട് മദ്രസത്തിൽ നിങ്ങൾ ധാരാളമായിട്ട് നിങ്ങൾ ചെലവാക്കണം. അതുപോലെ മനസ്സിലാക്കുള്ളത്. രണ്ടാമതായിട്ട് ഇവിടെ എല്ലാ ഞായറാഴ്ച സുബൈ ഫജ്ർ നിസ്കരിച്ചാൽ പിന്നെ തജ്വീദ് ക്ലാസ് ഉണ്ട്. ഖുർആൻ പഠിക്കുന്നതായ ആൾമാർ അത് എങ്ങനെ ഓതുന്നു അല്ലെ. പല ആൾമാർ ഓതിയൊട്ടിക്കുന്നത് എത്ര തപ്പുണ്ട് ചിന്തിച്ചുള്ളത് സാധ്യത. ഓതിയൊട്ടിക്കുന്നത് ഞാൻ ഓതുന്നതെല്ലാം സറിയിട്ട് വിചാരിക്കും. പക്ഷെ ഞാൻ ഓതുന്നതിൽ ഒരുപാട് ക്വാളിറ്റി പഠിക്കുക ടൈമിൽ ഒന്ന് രണ്ട് തിങ്കളിൽ പഠിച്ചെടുക്കുക ആവും. ഒരു കിതാബ് ജസ്റ്റ് ഒരു 4-5 റൂൾസ് എല്ലാം പഠിച്ചതിൻ്റെ ഞങ്ങൾക്ക് ഓതുകയുള്ളതായ വ്യവസ്ഥ, പഠിക്കുകയുള്ളതായ ഒരു മാർഗം ഞങ്ങൾ ഈ പള്ളിയിൽ കമ്മിറ്റിമാർ തീരുമാനിച്ചത്. എല്ലാ ഞായറാഴ്ച ഫജ്ർ നിസ്കരിച്ചിട്ട് തജ്വീദ് ക്ലാസ്സും ആണുമാർക്കും അല്ലെങ്കിൽ ആനയ്ക്കും പെണ്ണിക്കും ഉണ്ട്. അല്ലെങ്കിൽ യാറത്തെ ആൾമാർ അതിൻ്റെ പ്രയോജനം എടുക്കില്ല ചെന്നതാണ് മനസ്സിലാക്കുക. അതുകൊണ്ടെത്തു അങ്ങനെ ആവുക തീരെ അള്ളാഹുവെ ഈ കലാം പഠിക്കും. ഒരു അര ഗಂಟೆ 1 ഗಂಟೆയെങ്കിലും വാർത്തയിൽ നിന്ന് ഉപയോഗിക്കും. ഞങ്ങൾക്കായിട്ട് ഇങ്ങ അല്ലെ അത്ര ദൂരത്തിൽ നിന്ന് അയാൾ ബണ്ട് യാതൊരു പ്രതിഫലവും ആഗ്രഹിക്കില്ല. പടിപാട്ട് വേണം നല്ലൊരു താല്പര്യത്തിൽ അയാൾ കൂടെ മാത്രമല്ല എല്ലാ മൊത്തം ഖുർആൻ പഠിക്കട്ടെ, തജ്വീദ് പഠിക്കട്ടെ. ചില നല്ല ഇൻട്രസ്റ്റുള്ള ബർമ്പത്ത് ആലിക്കുമ്പത്ത് അതിന് സഹകരിക്കുന്നത് ഞങ്ങളുടെ ബാധ്യത. സഹകരിച്ചില്ലെങ്കിൽ നാളെ പരലോകത്ത് ഉറപ്പായിട്ടും ചോദ്യം ചെയ്യപ്പെടും. ഇത്രയും സൗകര്യത്ത് ഒരു പണമെടുക്കില്ലാമാർ പൈസ കൊടുക്കാമാർ വന്നിട്ട് പഠിക്കൂട്ടിട്ട് സാധ്യമായിട്ടില്ലേ ചെന്തുള്ള ചോദ്യ അത് ഉറപ്പായിട്ടുണ്ടാവും. ഞങ്ങൾക്ക് വേനായിട്ട് ക്രൂഡാക്കിയാൽ. അതുകൊണ്ടെത്തു ഏറത്തെ ആൽമ ഈ ഞായറാഴ്ച ക്ലാസ് നിങ്ങൾ പറഞ്ഞോ. അതുപോലെ പെണ്ണിക്ക് വേനായിട്ട് തിങ്കളാഴ്ച 2 എല്ലാ തിങ്കളാഴ്ച 2 പോണെന്ന് കേട്ടിട്ട് കൂടെ ക്ലാസ് ഉണ്ട്. തസ്കിയ ക്ലാസ്സും ഖുർആൻ ഹദീസ് അതുപോലെ തഫ്സീർ ഫിഖ് ഇങ്ങനത്തെ സംശയത്തുള്ള മറുപടിയുള്ള എല്ലാ ക്ലാസ്സുണ്ട്. പെണ്ണിക്ക് വേനായിട്ട് ക്ലാസ് ഉണ്ട്. അതും പെണ്ണിങ്ങളെ കൊറോടി ആയിട്ട് കേട്ടോണ്ടുള്ളത്. അതുകൊണ്ട് പറഞ്ഞു അങ്ങനെ ദീന് പഠിക്കുന്നതായ ആൾമാറും ഞങ്ങളെ
ഉമ്മത്ത് നല്ല ഒരു ഉമ്മത്താവണമെങ്കിൽ, നല്ല ഒരു സമുദായം വരണമെങ്കിൽ ദീന് പഠിച്ചെങ്കിൽ മാത്രമേ യഥാർത്ഥത്തിൽ നല്ല ഒരു സംസ്കാരം ഉണ്ടാവും. അതുകൊണ്ട് തങ്ങളെ പെണ്ണുങ്ങളെ നിങ്ങൾ കടത്തണം, അതുപോലെ മനസ്സിലാക്കുകയല്ലേ. അവസാനമായിട്ട് ചെല്ലുകയല്ലേ എന്നുണ്ടെങ്കിൽ ഞങ്ങളെ പള്ളിരെ മുട്ടത്തുള്ള ചെന്ന മദ്രസ വളരെ പ്രയാസത്തിലായിട്ട് ക്ലാസ് നടന്നിട്ടുള്ളൂ. എത്രയോ ഇനിയും വറവുണ്ടു, സ്ഥലമില്ലാട്ടുണ്ടെങ്കിൽ അഡ്മിഷൻ ആക്കില്ല. 10, 20, 30, 40, 50 മക്കളുടെ ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടുള്ള ചെറിയൊരു വ്യവസ്ഥ. അതുകൊണ്ട് തന്നെ ഒരു ജാഗ പർച്ചേസ് ആക്കിയത് അതിരെ അല്ലെ കംപ്ലീറ്റ് അതിരെ കൊടുത്ത് തീർന്നിട്ടില്ല. പണം ഇനിയും കൊടുക്കുക ബാക്കിയുണ്ട്. എല്ലാവരും കൈ നീട്ടിട്ട് എടുത്തതായി ആ ഒരു ജാഗ അതിന് നിങ്ങളെ സഹായ അത്യാവശ്യമായിട്ട് നിങ്ങൾ ഇനിയും സഹായിക്കുന്നവരെ പേയ്മെന്റ് എല്ലാം ബാക്കിയുണ്ട്. അതുകൊണ്ട് ആ ഒരു വിഷയം നിങ്ങൾ എൻപിക്കട്ടോട്ട് കമ്മിറ്റിയുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഒരു ചെറിയൊരു എമൗണ്ടെങ്കിലും നണ്ടുകൊണ്ടിട്ട് ഒരു സ്ക്വയർ ഫീറ്റ് എങ്കിലും കൊടുക്കുക സാധ്യവരുണ്ടെങ്കിൽ നാളെ പരലോകത്ത് വലിയ ഒരു പുണ്യമുള്ള കാര്യമായിട്ട് മനസ്സിലാക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഞങ്ങളെല്ലാ സത്കർമ്മത്തെ അല്ലാഹു സ്വീകരിക്കുമാറാവട്ടെ. അതുപോലെ ഒരാൾ ദുആർക്കു വസിയത്താക്കി ജോലി നഷ്ടപ്പെട്ട് അതുകൊണ്ടിട്ട് ജോലി കിട്ടുകയായിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല അയാളെ ജോലിയും അയാളെ കുടുംബത്തുള്ള മാസിയത്തുള്ളതായ മാർഗവും അല്ലാഹു സുബ്ഹാനഹു വ തആല എളുപ്പമാക്കി കൊടുക്കുമാറാവട്ടെ. എല്ലാ പ്രയാസത്തിൽ നിന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല ഞങ്ങളെ കാത്ത് സലാമത്താക്കട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين. وصلى الله على نبينا محمد وآله وصحبه أجمعين والحمد لله رب العالمين. أقيموا الصلاة.